It's me Halrudan. Welcome back to my YouTube channel. So ഇന്ന് 23rd December ആണ്. ഇന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ ആദ്യത്തെ ഇവൻറ്റ് നടക്കുന്ന ദിവസമാണ്. ഇന്നിപ്പം കുറച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി നാളൊക്കെ വരും. അപ്പം മൈലാഞ്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. താഴെ ആൾക്കാരുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. ഐ എം സോ എക്സൈറ്റഡ്. ഇനി അടുത്ത 4-5 ദിവസം നമുക്ക് ഫുൾ പരിപാടികളാണ്. കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സ് വരും. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്കൊന്ന് മേക്കപ്പ് ഇട്ട് റെഡി ആവണം. ഞാനിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന കോലത്തിലാണുള്ളത്. ദേവിക ഉണ്ട് ഇവിടെ, വേറെ ആരുമില്ല. വേറെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, അല്ലാണ്ട് ഫ്രണ്ട്സ് ആരുമില്ല. സോ എന്തായാലും നമുക്ക് താഴേക്ക് പോയിട്ട് വേഗം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓണസ്റ്റ്ലി പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണെന്ന് ഇന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ടായില്ല. താഴെ എത്തി നോക്കിയപ്പോൾ വീട്ടിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. എല്ലാവരും ഓരോ പണിയൊക്കെ ആയിട്ട് ബിസിയാണ്. പിന്നെ ബ്രൈഡ് ആയതിൻ്റെ ഇച്ചിരി പ്രിവിലേജ് എനിക്ക് ഉണ്ടായിരുന്നു. നെയിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആരെങ്കിലും കുഴച്ച് തന്നിട്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ തന്നിട്ടൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കണേ. പിന്നെ എൻ്റെ വീട് പനങ്ങാടാണ്, കോഴിക്കോട്. അതൊരു ടൗണൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നാട്ടിലെ കല്യാണം എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരും ക്ലോസ് റിലേറ്റീവ്സും ഒക്കെ വീട്ടിലുണ്ടാവും, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങൾ കല്യാണം വിളിച്ചോ ഗുരുവായൂർ വെച്ചായതുകൊണ്ട് ഇവിടെ വീട്ടിൽ തലേന്ന് ഫംഗ്ഷൻ ഒന്നുമില്ല. വീട്ടിലെ പരിപാടി കല്യാണം കഴിഞ്ഞ് 2 ഡേയ്സും കൂടെ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ നാളെ രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ വരെ 28-നായിരിക്കും. അതുകൊണ്ട് സ്റ്റേജ് ഡെക്കോർ എങ്ങനെ വേണമെന്ന് നോക്കാനൊക്കെ ഞാൻ ഇച്ചിരി ടൈം കണ്ടുപിടിച്ചു. ഡെസ്റ്റിനോ ഇവൻറ്റ്സ് ആണ് വീട്ടിലെ ഡെക്കോർ എല്ലാം ചെയ്ത് കേട്ടോ. ഇന്നത്തേക്കുള്ളൊരു കുട്ടി ഡെക്കോർ അവർ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ടൈമില്ല, ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ റെഡി ആവണം. മെഹന്തി ഇടുന്ന കുട്ടിയാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുകയും ചെയ്യും. ഇന്നത്തെ ദിവസം ഐ വാസ് റിയലി മിസ്സിങ് സമ്മൺ. എന്നെ കുറച്ച് കാലമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഐ ഹാവ് എ വെരി ക്ലോസ് ഫ്രണ്ട് ആൻസൺ. ഞങ്ങൾ ബിടെക്കൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്. ആൻഡ് ദെൻ ഇപ്പോൾ സ്വീഡനിലും ഒരുമിച്ചാണ്. പക്ഷേ തലേന്ന് വരെ ഐ വാസ് ആക്ച്വലി എക്സ്പെക്ടിങ് ഹർ. ഇന്ന് ഈ സമയമായപ്പം എനിക്ക് ഏതാണ്ട് ഉറപ്പായി ഇനി വരില്ല എന്ന്. ഓൾസോ ഇന്ന് കുഞ്ഞൂസിന് എക്സാം ആണ്, അതുകൊണ്ട് കുഞ്ഞൂസും വീട്ടിലില്ല. പക്ഷേ ദേവിക ഉണ്ടായിരുന്നു വീട്ടിലന്ന് ഫുൾ ഡേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നെൻ്റെ ഹെയർ ചെയ്യാൻ വന്നത് അമ്മുവാണ്. അമ്മു ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ആൻഡ് ഗെറ്റിംഗ് റെഡി വാസ് വെരി ചിൽ. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മു എന്നെ ഒരുക്കി തരാണ്. ഹായ് അമ്മു. ഹലോ. ഞാനെന്തോ ഔട്ട്ഫിറ്റൊക്കെ എടുത്തിടണം, വാങ്ങി വെച്ച ആക്സസറീസ് ഒക്കെ ഇട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെയുള്ള മൂഡിലായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് മുടി ഹാഫായില്ലേ അമ്മു? ഹാഫായി. ഇനി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. എന്നിട്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണം. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബട്ട് അതർ ദാൻ ദാറ്റ്സ് വലിയ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഒരു വന്നുണ്ട്. പക്ഷെ നമ്മൾ മേക്കപ്പ് കഴിയാത്തതുകൊണ്ട് നമ്മൾ ഒരു പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വന്നോന്ന്. എങ്ങനെയുണ്ട് അമ്മ ചെയ്ത്? ഞാൻ മുകളിൽ എൻ്റെ റൂമിൽ നിന്നിട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഫുള്ളി റെഡി ഒന്നും ആയിട്ടില്ല. എന്നാലും ഇടയ്ക്കൊന്ന് ഞാൻ താഴെ വന്നു. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അമ്മ വന്ന് പറഞ്ഞപ്പം. താഴെ അപ്പോൾ പറമ്പ് നൈബേഴ്സൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഇനി നമുക്ക് ശരിക്കും ടൈമില്ല, പെട്ടെന്ന് റെഡി ആവണം. അപ്പോഴേക്ക് അമ്മനും വന്ന് വീട്ടിലേക്ക്. എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട് അടുത്തടുത്താണോ എന്ന്. യെസ്, ഞങ്ങളുടെ വീട് അടുത്തടുത്താണ്. ആൻഡ് ഓൻ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. ആൻഡ് ഓൻ വന്നത് എന്തിനാ അറിയും, എന്നെ കാണാനൊന്നും അല്ല, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനാണ്. അതെനിക്ക് മനസ്സിലായി. ആൻഡ് അവൻ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഡാൻസിൽ. എന്താണെങ്കിലും ചെയ്യണം, നല്ലോണം ചെയ്യണം എന്നൊക്കെ. സോ ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യാണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ദേവികേൻ്റെ ഇവിടെ തൽക്കാലം പ്രാക്ടീസ് ചെയ്തോന്ന്. ഇങ്ങനെയാണോ? മെഹന്തി ഇടാനുള്ള കുട്ടി ഓൾറെഡി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ വന്നിരുന്നു കേട്ടോ.
എൻ്റെ ഒരുക്കം തീരാത്തതുകൊണ്ട് ഒരു നിസ്കരിച്ച് വരാമെന്ന് പറഞ്ഞ് പോയതാ. ഒരു തിരിച്ച് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് വേഗം പോയി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഓടി വരാം. ജസ്റ്റ് വീടിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. മിൻഹയാണ് എനിക്ക് മൈലാഞ്ചി ഇടുന്നത്. പാരലി കസിൻസിന് ഇടാൻ വേണ്ടി ഹിബ ഉണ്ടായി. ഓൾറെഡി ഉണ്ണി മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഓളതിനും ആദ്യത്തെ തരാം. എൻഗേജ്മെൻറ്റിനാണ് ഞാൻ ലാസ്റ്റ് മൈലാഞ്ചി ഇട്ടേ. അന്ന് പക്ഷേ കൈയിൻ്റെ ഉള്ളിലും ചെറിയൊരു ഡിസൈൻ പുറത്ത് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തീർന്നിനും. ഇത് പക്ഷേ ഞാൻ ആ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. പിന്നെ ഇടയിൽ അമ്മൻ വന്നിട്ട് ദിത എഴുതി തരുമെന്ന് വെച്ചിട്ട് ഓരോരു കുഞ്ഞി ദിതയൊക്കെ എഴുതി കൊടുത്തു. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്കൊരു സ്ഥലത്ത് കുറേ നേരം ഇരിക്കാമെന്ന് പറയുന്നത് ഒരു വിഷമമാണ്. കുറേ നേരം ദേവിക ഉണ്ടായിട്ടും കൂടെ പിന്നെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ ദേവികയായിരുന്നു. അച്ഛനെ അമ്മേനെ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അവർക്ക് മെഹന്തിക്ക് ഇടാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ രാവിലെ കണ്ടപ്പോൾ തൊട്ട് അച്ഛനൊരു ലുങ്കി അമ്മ ഒരു പഴയ ചുരിദാറിലാണ്. മൈലാഞ്ചി ഒരു കയ്യിലിട്ടു ഫുള്ളായില്ല, പക്ഷെ നമ്മളിപ്പോൾ ഫുള്ളാണ്. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പം ദേവിക അമ്മനും എല്ലാം കൂടെ ബാലുശ്ശേരി പോയിണ്ടായി. നാളത്തെ നമ്മളെ ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദേവിക ഐശ്വര്യയും കൂടെ. അതിൻ്റെ കുറച്ച് പ്രോപ്സ് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു പിന്നെയും നിസ്കരിക്കാൻ പോയപ്പം ആ ഒരു ഗ്യാപ്പിലാണ് ഞാനും ഉണ്ണിയും ഫുഡ് കഴിച്ചത്. അന്നേരം എൻ്റെ ഉണ്ണീൻ്റെ കയ്യിൽ മാത്രമേ മൈലാഞ്ചുള്ളൂ കേട്ടോ. കുഞ്ഞുസാണ് ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷെ അപ്പോഴേക്കാണെങ്കിലും അച്ഛനെയും അമ്മേനെയും നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ നാളേക്കുള്ള ഡാൻസ് ഒന്നും മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ അതായിരുന്നു പോകുന്നത്. അയ്യോ നാളേക്കുള്ള ഡാൻസ് എല്ലാവരും റൂമിൽ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്, ഞാൻ മാത്രം ഇവിടെ നിന്ന് മൈലാഞ്ചി ഇടുന്നത്. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടി, ഞാൻ നോക്കി കളിക്കേണ്ടി വരുമല്ലോ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നർ മൈൻഡിൽ പോയിക്കൊണ്ടിരുന്നത്. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞൂസ് എത്തിയിട്ടോ. കുഞ്ഞൂസിന് അധികം സമയമൊന്നും ഉണ്ടായില്ല. അവൾ എത്തി റെഡിയായി വേഗം തന്നെ മൈലാഞ്ചി ഇടാനിരുന്നു. ഒരു കുഞ്ഞു ഡിസൈനാണ് കുഞ്ഞൂസിൻ്റെ കയ്യിലിട്ടത്. നമ്മൾ മൈലാഞ്ചി ഇടാൻ ഓൾമോസ്റ്റ് കഴിയാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇനിയും 1-2 മണിക്കൂർ എടുക്കുന്നതാണ് പറയുന്നത്. ലഞ്ച് കഴിഞ്ഞ് പിന്നെയും അതേ ഇരിപ്പാണ്. ആൻഡ് രാത്രി ഒരു 7-7:30 വരെ ആ ഇരിപ്പായിരുന്നു. എന്താ ചെയ്യാൻ പോണേ? അമ്മന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് അമ്മന്നാണോ എഴുതിക്കണേ? അപ്പൊ ഇവര് കണ്ടുപിടിക്കാൻ അത് മനസ്സിലായി. ഒരു മിനിറ്റ് ഞാനും നമ്മളെ ഫുൾ കഴിഞ്ഞില്ല. ഇനി ഇവിടെയൊക്കെ ഇടാണ്ട്. പക്ഷെ നമ്മളെ മേക്കപ്പ് അല്ലല്ലേ എന്നെ ചെയ്യുന്ന കുട്ടി നിസ്കരിക്കാൻ പോയത്. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഇടണം. അപ്പം ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. നാളെ ഇറ്റ് വാസ് വെരി ടയറിങ് ഫോർ മീ. ഞാൻ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൽബോ ലെങ്ത് വരെ ഇടാന്ന് വെച്ചത്. പക്ഷെ അതൊരു ട്രാപ്പായിരുന്നു. ഇരുന്നിരുന്ന് എനിക്ക് കൈയും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, താങ്ക് യു. Fooding is the mehendi function. Ready for Dakshina. Video. സാധാരണ ദക്ഷിണ കല്യാണത്തിൻ്റെ അന്നാണ് ഉണ്ടാവുക. എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പോയിട്ടുള്ള എല്ലാ കല്യാണത്തിനും ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ദക്ഷിണ കഴിഞ്ഞിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങും. പക്ഷേ ഇവിടെ കല്യാണം നാളെയാണ്, അതും വീട്ടിൽ വെച്ചിട്ട് അല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ദക്ഷിണേൻ്റെ ചടങ്ങ് ചെയ്യാമെന്നുള്ളതുകൊണ്ടും കൂടിയാണ് ഗുരുവായൂർക്ക് ഇറങ്ങുന്നതിന് മുന്നേ ദക്ഷിണ ചടങ്ങ് വെച്ചത് കേട്ടോ. ദക്ഷിണ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റിയയും അമ്മൻ്റെ കസിൻസും വന്നിട്ടുണ്ടായി പുടവ തരാൻ വേണ്ടിയിട്ട്. ഇത് ദക്ഷിണയുടെ ഇടയിൽ ഞാൻ സ്വയം വെച്ച ഒരു ചടങ്ങാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം റാൻഡമായിട്ടാണ് കാർവിങ്സിൻ്റെ പേജ് ഞാൻ കാണുന്നത്. അതിലത്തെ മംഗല്യപ്പെട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണം അങ്ങനെ ഒരു ബോക്സ് എന്നായി. അങ്ങനെയാണ് ഈ ഒരു ചെറിയ പുടവ തരൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെച്ചത്. ആൻഡ് ഈ പുടവ ബോക്സിൽ വെച്ചത് ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. കസവുകടയിൽ നിന്ന് വാങ്ങിയ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കേരള സെറ്റ് സാരി. ഇന്നലെ എനിക്ക് സിംഗിൾ ഫോട്ടോസ് എടുക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് ഓർഡർ കൊടുത്തതാണ്. അപ്പം ഫുഡ് എത്തുന്നതിൻ്റെ മുന്നേ ഒന്ന് പെട്ടെന്ന് കോട്ടൻ്റെ അടുത്ത് പോയി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ് ആയാൽ ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാം ഫോട്ടോസ് എടുക്കാനും ചുമ്മാ കഥ പറഞ്ഞിരിക്കാനൊക്കെ. നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് രാവിലെ നേരത്തെ കൂടെ ആയതുകൊണ്ട് കാര്യമായിട്ട് ആളൊന്നും ഉണ്ടായില്ല. ഒരുപാട് ടൈമില്ല. എൻ്റെ ഫോട്ടോസ് എടുത്ത് തിരിച്ചു പോയി ഫുഡ് കഴിച്ചിട്ട് വേണം ഈ ചേട്ടന്മാർക്ക് അമ്മൻ്റെ വീട്ടിൽ പോയി ഓരോ ദക്ഷിണയും കൂടി എടുക്കാൻ.
യൂഷ്വലി ദക്ഷിണയ്ക്ക് സെറ്റ് സാരി സെറ്റുമുണ്ട് അല്ലെങ്കിൽ ധാവണിക്കാണ് ഉടുക്കാറ്. ഞാൻ എന്തായാലും നാളെയൊക്കെ കസവാണല്ലോ ഇടുന്നത്, അതുകൊണ്ട് ഇന്ന് ചുരിദാർ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ എൻ്റെ മുടി ഇന്ന് ഞാൻ വിചാരിച്ചോടത്ത് ഒട്ടും കിടക്കുണ്ടായില്ല. തിരിച്ചെത്തി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ഒന്ന് ക്വിക്കായിട്ട് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു. എന്നാൽ കംഫർട്ടബിൾ ആയിട്ട് കാറിൽ ഇരിക്കാമെന്ന് ഓർത്തിട്ട് ആദ്യം ഞാൻ അമ്മേൻ്റെ പഴയ ഒരു ചുരിദാറിൻ്റെ ടോപ്പും ആയിരുന്നു എടുത്തിട്ടെ. പിന്നെ അമ്മ പറഞ്ഞു അത് മാറ്റി പുതിയത് വല്ലതും എടുത്തിട്ടോ എന്ന് പറഞ്ഞപ്പം ഞാൻ ഒരു പുതിയ ടോപ്പ് എടുത്തിട്ടു. ഇത്രയും നേരം എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇറങ്ങാനായപ്പോൾ ആകെപ്പാട് ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഗുരുവായൂർക്ക് ട്രാവൽ ചെയ്യാൻ റോഡൊക്കെ നന്നൊക്കെ ഉണ്ട്, കുറച്ചുകൂടി ഈസിയാണ്. ഞങ്ങൾ പെട്ടെന്ന് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടുകാരും ഫാമിലി മെമ്പേഴ്സ് എല്ലാം ബാക്കിൽ ബസ്സിലാണ് വന്നത്. ഞാനും ഉണ്ണിക്കൊട്ടും ദേവിക ആശയിച്ചും കൂടെ ആദ്യമേ അങ്ങോട്ട് പോയി. ഇന്ന് ഈവനിങ് നടക്കാൻ പോണ ഫംഗ്ഷൻ ഞാൻ ആക്ച്വലി നല്ല എക്സൈറ്റഡ് ആയിരുന്നു. വെഡിങ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇറ്റ് വാസ് ദ യൂഷ്വൽ ഹൽദി. പിന്നെ എപ്പോഴോ ആണ് എനിക്ക് കളർഫുൾ ആയിട്ട് ഒരു കാർണിവൽ ചെയ്യുന്നത് തോന്നിയത്. സോ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ ദ ഡെക്കോർ ആൻഡ് എവറിത്തിങ്. അവിടെ എത്തി റൂം കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആയി, പക്ഷേ കിട്ടി. അപ്പം തന്നെ ഞാൻ കുളിച്ചു, എന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ദെൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കൊക്കെയാണ് കേട്ടോ അച്ഛനും അമ്മയും എല്ലാം വന്നത്. ഒരു വരുന്ന വഴി ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കയറിയിട്ടാണ് വന്നത്. ഓൾസോ എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ ഡാൻസ് പ്രാക്ടീസിൻ്റെ സൗണ്ടൊക്കെ എനിക്ക് കേൾക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ലായിരുന്നു. ഓൾസോ ഒരു 3 മണിയാകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചതായിരുന്നു. പക്ഷേ റൂം കിട്ടാൻ ഇച്ചിരി ഡിലേ ആയി. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഇച്ചിരി ഡിലേ ആയി. എന്നിപ്പം അച്ഛനൊക്കെ ഈസ്തറ്റിക് ദിദ എന്നാണ് വിളിക്കാറ്. അതുകൊണ്ട് ഈസ്തറ്റിക് ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജീസ് ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും കിട്ടി കുറച്ച് ബ്ലറി ഈസ്തറ്റിക് ഫോട്ടോസ്. കുന്നത്തൂർ മനയിലെ പുറത്തുള്ള ലോൺ ഏരിയയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തേക്കണേ. പക്ഷെ പുറത്തെത്തിയപ്പം അവിടെ ഒന്നും ആരുമില്ല. അപ്പം എനിക്ക് ആക്ച്വലി സമാധാനമായിരുന്നു. പറയൂ. സൂപ്പറായിട്ട് നമ്മളിപ്പം കുറച്ച് നേരത്തിനുള്ളിൽ കാർണിവൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ആക്ച്വലി 3:30 സ്റ്റാർട്ടാണ് വെച്ചത്, പക്ഷേ 4 മണി കഴിഞ്ഞു. നമ്മൾ റണ്ണിങ് ലേറ്റ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. ബുക്കി എങ്ങനെയുണ്ട്? സൂപ്പറാണല്ലോ. അയ്യോ, പക്ഷെ നീ അതിനാണോ കളിക്കണേ? അത് വേണ്ട. കാർണിവൽ ഫംഗ്ഷൻ ആണെന്ന്. സോ ദിദയുടെ ബ്യൂട്ടിഫുൾ കളർ പാലറ്റ് ഇന്നിപ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ റിയലി ഗോർജിയസ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ദിദയുടെ അവനെ കാണട്ടെ. ഒരാളും കൂടെ ഏറ്റവും സ്നേഹമുള്ള കപ്പിൾസ് ആദ്യം ഔട്ടായി. വരൂ. ഞങ്ങൾക്ക് അങ്ങനെ ചതിയിൽ വഞ്ചനയില്ല. ഞങ്ങളില്ല, ഞങ്ങൾ ചതിയിൽ വഞ്ചിക്കാറില്ല.
എന്താ 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 ഇതാണ് കല്യാണ പെണ്ണ്. അപ്പൊ ശരി. മോളിന്നാ സ്റ്റാർട്ട് ചെയ്തത്. തലേന്നത്തെ കാർണിവൽ പരിപാടി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടിയില്ല. ഒരു 1.5-2 മണിക്കൂർ മാക്സിമം ഉറങ്ങിക്കാണും. വേഗം തന്നെ എണീറ്റു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി മേക്കപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് എത്തി. ഇന്നെനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് സുദേവ് രുദ്രാണ്. എൻ്റെ സാരി ഡ്രൈപ്പ് ചെയ്യുന്നത് സ്റ്റൈൽ വിത്ത് ബെല്ലയാണ്. ആൻഡ് ഓൾസോ അമൃതയും ഈ റൂമിലുണ്ട് കേട്ടോ. അവർ നല്ല ഉറക്കപ്പിച്ചിലായതുകൊണ്ട് അവരെ ഞാൻ കാണിക്കുന്നില്ല. ഫൈനലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലുക്കാണ് ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ കുറേ കസ്റ്റമൈസ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ഹായ്, സോ ഐ എം ഓൾ സെറ്റ് ഫോർ മൈ താലികെട്ട്. രാവിലെ ഒരു 5:45 ആയിട്ടുണ്ട്. 6 മണിക്കാകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം. ബിക്കോസ് 6 to 7 ആണ് നമ്മൾ മുഹൂർത്തം. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. ഈ കോസ്റ്റ്യൂമിൽ എന്നെ കാണുന്നതിലും ഞാൻ എക്സൈറ്റഡ് ആണ്. ഓൻ്റെ അന്നത്തെ കോസ്റ്റ്യൂം കാണാനും ഞാൻ എക്സൈറ്റഡ് ആണ്. പിന്നെ കല്യാണമാണല്ലോ, ഫോർ ഷുവർ ഞാൻ എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് അമ്പലത്തിലേക്ക് വേഗം പോവാം. ചെറുതായിട്ടത് കെട്ടിട്ട് അതെ, ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചു വരാം. Going to get married. എന്തെങ്കിലും പറയൂ. ഒന്നും പറയല്ല, പോയി കല്യാണം കഴിക്കട്ടെ. കല്യാണം കഴിക്കാൻ പക്ഷെ വെരി എക്സൈറ്റഡ്. ഇതല്ലേ ഫസ്റ്റ് വരണ്ടേ അമൽ? അല്ല, പെണ്ണിന്റെ പേരാണ്. ഞാനിങ്ങനെ ഇങ്ങനെ കറക്റ്റ് ഇവിടെ വന്ന് വേണം കാലം. വാ കുഞ്ഞസ് വാ.
അധ്വാനം അല്ലേ ഇവിടെ നടന്നു. Yes. സന്തോഷം. വെരി ഗുഡ്. എന്താ പറയാനുള്ളത്? ഭയങ്കര അതല്ല, അക്ഷര പറയൂ. എന്തുവാ? How do you feel? How do you feel? വെരി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ഫോർ ദ മാരീഡ് കപ്പിൾ. എന്നെ കാണാൻ പറ്റില്ല. അവളുടെ കണ്ണ് നിറഞ്ഞായിരുന്നു. അപ്പൊ എന്നെ കുറച്ച് നിറഞ്ഞു. ഞാൻ നോക്കായിരുന്നു ചുറ്റും വേറെ ആരുടെങ്കിലും എല്ലാവരുടെയും നിറഞ്ഞു. എല്ലാവരുടെ കണ്ണു നിറയും. അങ്ങനെ ബാക്കിലേക്ക് ആയിരിക്കാം. കഴിഞ്ഞു ദിദയുടെ വ്ളോഗ്. ബാക്കിയൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഇതെങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഹായ് ഗൈസ്. അതൊക്കെ നോക്കാം. Married and meet Mr. Amandeep, my Yes. husband. ഗുരുവായൂരത്തെ താലികെട്ട് കഴിഞ്ഞ് നേരെ നമ്മൾ മനയിലേക്കാണ് പോണത്. ഒരു ബെൻസ് കാറിലാണ് കേട്ടോ നമ്മൾ വന്നത്. അത് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. എനിക്ക് സർപ്രൈസ് അല്ല, ടോട്ടലി ഒരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കുറേ ഫോട്ടോസ് എടുത്തു. അതാണല്ലോ പ്രയോറിറ്റി കല്യാണത്തിൻ്റെ അന്നെന്നൊക്കെ പറഞ്ഞാൽ. വിശപ്പൊക്കെ പിന്നെയാണ്, പക്ഷേ എന്നാലും എനിക്ക് വിശപ്പ് കുറച്ച് പ്രയോറിറ്റി ആയിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക കല്യാണത്തിൻ്റെ അന്ന്. ആൻഡ് നൗ നമ്മളെ സെക്കൻഡ് സാരി എന്നല്ല, മെയിൻ സാരി അഥവാ ഇതാണ് എൻ്റെ കല്യാണ സാരി. അപ്പം അതിന് വേഗം റെഡി. അതിനൊന്നും അധികം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഉറക്കപ്പിച്ചിലായിരുന്നു. ഞാൻ ടയേർഡല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഉറക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഒട്ടും ടെൻഷനൊന്നും ഇല്ലാണ്ട് ഭയങ്കര ചില്ലായിരുന്നു കേട്ടോ. ആൻഡ് എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല കാമായിരുന്നു. അപ്പം ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന റൂമിലുണ്ടായിരുന്നത് ഞാനും അമൃതയും സിയയും സുദേവിൻ്റെ കൂടെയുള്ള 2 കുട്ടികളും. അപ്പം ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായത് ഗുരുവായൂരത്തെ ലുക്കായിരുന്നു. എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലുക്കാണ്. പക്ഷേ ഈ സാരി, ഇതിലുള്ള ബ്ലൗസിൻ്റെ വർക്ക് എല്ലാം കൂടി എനിക്ക് ഈ കല്യാണ സാരി ഞാൻ ഒരിക്കലും റെഡ് ബ്രൈഡാന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി ഷോപ്പിംഗ് വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു എടുത്ത ദിവസത്തുനിന്ന് ഇന്ന് ഈ സാരി എടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി ആൻഡ് എന്തോ നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫ് എന്നൊക്കെ ഉള്ളൊരു ഒരു പ്രത്യേക ഫീൽ. എനിക്കത് വാക്കിൽ എങ്ങനെയാണ് പറഞ്ഞു തരണേന്ന് അറിയില്ല. ആൻഡ് എന്ന് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും, എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരുവിധം എല്ലാവരും അന്നുണ്ടായിരുന്നു. സോ ഐ വാസ് വെരി ഹാപ്പി. നമ്മൾ ഓൾറെഡി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെങ്കിലും വീഡിയോയ്ക്ക് ഒക്കത്തിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ടാവില്ലോ ചെക്കനും പെണ്ണിനും. അതാണ് ഇനി നടക്കാൻ പോണത്. അതിന് മുന്നേ നമ്മളെ സിംഗിൾ ഫോട്ടോസും കപ്പിൾ ഫോട്ടോസും ഒക്കെ കുറേ എടുത്തു കേട്ടോ. ഫാമിലി ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല, കപ്പിളും സിംഗിൾ ഫോട്ടോസും എടുത്തു. ആൻഡ് ഇങ്ങനെയായിരുന്നു എൻട്രി. ഞാൻ കഴിഞ്ഞൊരു വർഷമായിട്ട് കുന്നത്തൂർ മനേൻ്റെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഒരു പുതുമ എന്ന് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. ബിക്കോസ് ലാസ്റ്റ് 1 year ആയിട്ട് ഞാൻ കാണുന്നതാണല്ലോ. പക്ഷെ വന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഫംഗ്ഷൻ, കല്യാണം ഭയങ്കര നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് എനിക്കിത് എല്ലാം ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഞാൻ ഇവിടുന്ന് കൊഴിഞ്ഞു നോക്കി കുറേയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മനെ എൻ്റെ ബ്രദർ, എൻ്റെ കസിനാണ്, മോനോട്ടനാണ്, പൂവൊക്കെ കൊടുത്ത് ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്തു. അതേപോലെ കാലൊക്കെ കഴുകി കൊടുത്തത് അലനാണ്, അതിൻ്റെ വേറെ കസിനാണ്. പിന്നെ ആരതിക്ക് ഒഴിഞ്ഞ് അമ്മയും കൂടെ അവനെ വരവേൽക്കാനല്ലേ പറയാ, അങ്ങനെ അവനെ വെൽക്കം ചെയ്തു. എന്തായാലും അതിനുശേഷം എൻ്റെ എൻട്രി ഉണ്ട് കേട്ടോ. ഓൾ സെറ്റ്? യെസ്, ഓൾ സെറ്റ്.
കല്യാണമൊക്കെ കഴിഞ്ഞ് മനയിൽ നമ്മൾ ഒരു ഉച്ചരയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. ഓൺ ദ വേ എനിക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾസോ ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി കേട്ടോ. പോണ വഴിക്ക് നമ്മൾ സൈഡാക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിയിട്ടും നമ്മൾ ഒന്നും നോക്കിയില്ല, ആദ്യം തന്നെ ഫുഡ് കഴിച്ചു. ഫസ്റ്റ് മീൽ അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ പുഴുക്കൊക്കെ കഴിച്ചാൽ പോയത്. ഇന്ന് നമുക്ക് നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ കറി ഇത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. റൂമിലെത്തുമ്പോൾ ടയർഡ് ആയിരുന്നെങ്കിലും അവർ നമ്മൾ റൂമിൽ കയറാൻ സമ്മതിച്ചില്ല. കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് നേരം പുറത്തിരുന്നു. ഞാൻ നല്ല ടയർഡായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇന്ന് മാത്രമല്ലേ നടക്കുള്ളൂ, നാളെ തൊട്ട് ഇങ്ങനെ ഒരു ദിവസം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ടയർഡ് ആയിരുന്നെങ്കിലും ഞാനും സമയം പോകുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ കയറിയപ്പോൾ റൂം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ക്യൂട്ടായിട്ട് എബിയും കണ്ണനും റിയയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ കിഴങ്ങാറ്റിങ്ങിടിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടേ പിണങ്ങാൻ എന്താണ് മിനുങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ്. സാധാരണ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് എല്ലാവരും അമ്പലത്തിലാണ് പോയത്. പക്ഷെ ഞാൻ അവന് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്, ഡോക്ടേഴ്സിലേക്കാണ് പോയത്. രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഫുൾ ആകെ മൂക്കൊക്കെ അടഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത് സെറ്റായി. അതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സിന് ഒരു സ്ഥലത്ത് നിൽക്കാൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഈവനിങ് അല്ല രാത്രി ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് അവിടെ വരെ പോയിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്യാമെന്ന്. മേലാകവേ നീളുന്നൊരീ മൺപാതയിൽ തോളോട് തോൾ പോയില്ലയോ, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. 25 കല്യാണം കഴിഞ്ഞ് 26 ഒരു ദിവസം നമുക്ക് പരിപാടിയൊന്നും ഉണ്ടായില്ല. അന്നാണ് ഫ്രണ്ട്സിനൊക്കെ ഒരു കുഞ്ഞി രാത്രി നമ്മൾ പോയില്ല ഇന്നലെ. ഇന്ന് പക്ഷേ രാവിലെ 27 രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മൻ്റെ വീട്ടിലേക്ക് വരുന്ന സൽക്കാരുണ്ട്. നമ്മളെ നാട്ടിലേക്കൊക്കെ സൽക്കാരം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരും നൈബേഴ്സൊക്കെ നമ്മളെ ചെക്കൻ്റെ വീട്ടിലേക്ക് വരും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനൊന്നും ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ജസ്റ്റ് ഞാനൊരു ഷറാറൊക്കെ ഇട്ട് നമ്മൾ ചുമ്മാ അവിടെ ഇങ്ങനെ ഇരിക്കുക. ആൻഡ് സെയിം ഡേ ഈവനിങ് ആയിരുന്നു അവൻ്റെ സൈഡിലുള്ള റിസപ്ഷൻ. അത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് വേഗം അതിന് വേണ്ടി റെഡി ആവണം. എന്നെ റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് മേക്ക് ഓവേഴ്സ് ആണ്. അപ്പം ഒരു ഉച്ചയ്ക്ക് ശേഷം സൽക്കാരക്കാർ പോയതിനു ശേഷമാണ് ഞാൻ റെഡി ആവാനിരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ഒരു 1.5-2 മണിക്കൂറിൽ പെട്ടെന്ന് റെഡിയായി നമ്മൾ ഇറങ്ങി. പക്ഷേ അന്ന് എന്താണെന്നറിയില്ല, ഞങ്ങൾ വീട് തൊട്ട് ഈ കാക്കൂരാണ് നമ്മൾ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, അവിടെ വരെ ബ്ലോക്ക് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് അധികം നേരം ബ്ലോക്കിൽ പെടാണ്ട് നമ്മൾ അവിടെ എത്തി. പക്ഷെ അന്നേക്ക് വന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റ് ബ്ലോക്കിൽ കുറേ നേരം കിടന്നു എന്നൊക്കെ പറഞ്ഞു. ഈവൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കുറേ നേരം ബ്ലോക്കിലായിരുന്നു. ആൻഡ് ഓൾസോ അന്ന് നമുക്കൊരു കുഞ്ഞ് കാർ കണ്ടായിരുന്നു. കാറിലേക്കാണ് നമ്മൾ പോയത്. അവിടെ എത്തിയിട്ട് അവിടെ നമുക്ക് ആസ് യൂഷ്വൽ ഓഡിറ്റോറിയത്തിലുള്ള ഒരു റിസപ്ഷൻ. അന്നപ്പോഴത്തേക്കൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചധികം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ കൂടെ കൂടുതൽ ഇങ്ങനെ നിന്ന് ഫോട്ടോസ് എടുക്കല്ലേ, അതിൻ്റെ മുന്നത്തെ ദിവസം വരെ നമുക്ക് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. ഇന്നത്തെ പരിപാടി നമ്മൾ അങ്ങനെ റാപ്പ് ചെയ്തു. ഇതും അത്യാവശ്യം ആൾക്കാരുള്ള ഒരു റിസപ്ഷൻ ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ അമ്മൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് അങ്ങോട്ട് സൽക്കാരമാണ്. എന്ന് വെച്ചാൽ ചെക്കൻ്റെ സൈഡുകാർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്ന സൽക്കാരം രാവിലെ. അപ്പം എൻ്റെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങളെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, നൈബേഴ്സ് ഉണ്ട്. അതുകൂടാണ് ഇപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് പറയുമ്പോൾ അമ്മൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് സൽക്കാര പരിപാടി രാവിലെ അങ്ങോട്ട് കഴിയും. സൽക്കാരം കഴിഞ്ഞിട്ട് ഇന്ന് സെയിം ഡേ ആണ് എൻ്റെ സൈഡിലുള്ള റിസപ്ഷൻ. ഇന്നത്തോടെ നമ്മൾ പരിപാടികളൊക്കെ കഴിയും. അപ്പം രാവിലെ നമ്മളവിടെ എത്തി കുറച്ച് നേരം എല്ലാവരും കേട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ രസമായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ഫീൽ. എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ സാരിക്കാണ് എടുത്തത്. അവിടെ അവൻ്റെ റിലേറ്റീവ്സാണ് എന്നെ സാരി എടുക്കാൻ ഹെൽപ്പ് ചെയ്തത്. ഓൾറെഡി ഞാൻ പ്രീ ഡ്രൈപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയായില്ല. അപ്പം ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട്, നമുക്ക് ഫുഡ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം കല്യാണത്തിൽ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
കല്യാണത്തിന് അന്ന് ഫുഡൊന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഫുഡ് കഴിച്ചാൽ തന്നെ ഒരു സമാധാനം കിട്ടും. ഞാൻ വേഗം റെഡി ആവാൻ വന്നു. ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് അമൽ അജിത് കുമാറാണ്. കുറേ പേർക്ക് അറിയായിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്നത്തെ ലുക്കിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അധികം സമയം കിട്ടിയില്ല. വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള അധികം സമയം ഉണ്ടായില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി വീടിനടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുഞ്ഞനേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ റിസപ്ഷൻ ആസ് യൂഷ്വൽ ഇന്നലത്തെ പോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് മോർ ദാൻ 3500 ആൾക്കാരുണ്ടായിരുന്നു. ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിലെ റിസപ്ഷന് വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ കളിച്ച സെയിം ഡാൻസ് ഇവിടെയും കളിച്ചു. പിന്നെ കുഞ്ഞൂസ് കുറേ പുതിയ ഡാൻസുകൾ കളിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇത് ഓളെപ്പോൾ പഠിച്ചതാണ്. അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. 5 ദിവസത്തെ കല്യാണ പരിപാടികൾ നമ്മൾ ഇതോടെ തീർത്തിരിക്കുന്നു. എൻ്റെ മുടി അഴിച്ചിട്ട് ഇന്നത്തോടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നാളെ തൊട്ടേയും പരിപാടികളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തത് നേഹേൻ്റെയും കുഞ്ഞൂസിൻ്റെയും മോനോട്ടൻ്റെയൊക്കെ കല്യാണങ്ങളുണ്ടാവും. അല്ല മോനോട്ടൻ്റെയൊക്കെ ആദ്യം. അപ്പോൾ എന്താണെങ്കിലും ബൈ ബൈ ബൈ.